ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 60. ഔ നുസിബ ഇലാ ഗൈരി മാ യസ്ബിഖു ഇലൽ ഫഹ്മി. ഔ നുസിബ അല്ലെങ്കിൽ ആ റാവിയെ ചേർക്കപ്പെട്ടത് ഇലാ ഗൈരി മാ യസ്ബിഖു ഇലൽ ഫഹ്മി, ഫഹ്മിലേക്ക് മനസ്സിലാകുന്നതിലേക്ക് സാബിക്കാകാത്ത ഒന്നിലേക്കാണ്. അതായത് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒന്നിലേക്കാണ് നിസ്ബ ചെയ്യപ്പെട്ടത്. അതേതുപോലെ കൽ ലാഹിറുഹു, ഈ ഹിദാ എന്നതിന്റെ ലാഹിർ അന്നഹു മൻസൂബുൻ ഇലാ സനാഅത്തിഹ, ആ ചെരുപ്പ് തുന്നുക എന്ന ആ പ്രവൃത്തിയിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടതാ. ഔ ബൈഇഹ, അല്ലെങ്കിൽ എന്താണ്, ആ ചെരുപ്പ് വിൽക്കുന്ന ആളിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടാണ്. ഇങ്ങനെ എന്നാൽ വലൈസ കദാലിക, ഈ ഹിദാ എന്നത് എന്താണ്, അങ്ങനെ സനാഅത്തിലേക്കോ എന്ന ബൈയിലേക്കോ നിസ്ബ ചെയ്യപ്പെട്ടതല്ല. മറിച്ച് വൈന്നമാ കാന, മറിച്ച് എന്താണ്, അദ്ദേഹം ആയിരുന്നു യുജാലിസുഹും, അങ്ങനെ ചെരുപ്പ് തിന്നുന്ന ആളുകളോടൊപ്പം ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് ഇപ്പോൾ നുസിബയിലേക്കും, അപ്പോൾ അവരിലേക്ക് നിസ്ബ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ആള് ചെരുപ്പ് തിന്നുന്ന ആളോ അല്ലെങ്കിൽ ചെരുപ്പ് കച്ചവടം ചെയ്യുന്ന ആളോ അല്ല. അപ്പോൾ പെട്ടെന്ന് ആ ഹിദായിലേക്ക് ആ റാവിയെ നിസ്ബ ചെയ്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാകൂല ആള് ചെരുപ്പ് തിന്നുന്ന ആളാണോ അല്ലെങ്കിൽ ചെരുപ്പ് വിൽക്കുന്ന ആളാണോ, അല്ല ഇത് രണ്ടും അല്ലയോ എന്ന് മനസ്സിലാവൂല. അപ്പോൾ അങ്ങനെ നിസ്ബ ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഹിദാ എന്നത് എന്താണ്, ആ ചെരുപ്പ് തിന്നുന്ന ആളുകളോടൊപ്പം ഇരുന്ന ഇത് കണ്ട് അവരിലേക്ക് നിസ്ബ ചെയ്തിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ സുലൈമാൻ തൈമി എന്നവരെ പോലെ ലം യകും മിൻ ബനി തമീം, അദ്ദേഹം ബനി തമീം ഗോത്രത്തിൽപ്പെട്ട ആളല്ല. പക്ഷെ വലാകിൻ നസല ഫീഹിം, മറിച്ച് അവരുടെ ഇടയിൽ വന്ന് താമസിച്ച ആളാണ്. അപ്പോൾ അവരിലേക്ക് നിസ്ബ ചെയ്തിട്ട് അങ്ങനെ സുലൈമാൻ തൈമി എന്ന് പറയലുണ്ട്. അതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ അങ്ങനെ സാധാരണയായിട്ട് സയ്യിദന്മാരെ തങ്ങന്മാരെയൊക്കെ അങ്ങനെ ചേർത്ത് പറയലുണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഉള്ളാളി തങ്ങളിപ്പാപ്പയുടെ നാട് കടലിൻ്റെയാണ്. പക്ഷേ തങ്ങളിപ്പാപ്പ എന്താണ്, കടയിൽ പോയിട്ട് ഉള്ളാളത്ത് ഇറസ് നടത്തിയിരുന്നത് കൊണ്ട് എന്താണ് ഉള്ളാളത്ത് പാപ്പ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ സാധാരണ പറയലുണ്ട്. കഥ ഇപ്രകാരം തന്നെ മൻ നുസിബ ഇലാ ജദ്ദിഹി, ഒരു റാവി നുസിബ ഇലാ ജദ്ദിഹി, അദ്ദേഹത്തിന്റെ ജദ്ദിലേക്ക് ചേർത്ത് പറയപ്പെടും. അപ്പോൾ അതും അറിയണം. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫലാ യുഅ്മനു, നിർഭയമാക്കപ്പെടൂല, ഇൽത്തിബാസുഹു, ആ ജദ്ദിലേക്ക് ചേർത്തി പറയപ്പെട്ട റാവി അയാള് തിരിച്ചറിയാതാകല്. ആരുമായി? ബിമൻ, ഒരു റാവിയുമായി. എങ്ങനത്തെ റാവി? വാഫക്ക ഇസ്മുഹു, ആ ഒരുത്തന്റെ ഇസ്മ യോജിച്ചു. ആരോട് യോജിച്ചു? ഇസ്മഹു, ആ ജദ്ദിലേക്ക് ചേർക്കപ്പെട്ട റാവിയുടെ ഇസ്മിനോട് എന്ത് ചെയ്തു? യോജിച്ചു. എന്നിട്ട് വസ്മു അബീഹി, എന്നിട്ട് ഈ മംവാഫക്ക ഇസ്മുഹു എന്ന് പറഞ്ഞാൽ ആ ആളുടെ വാപ്പയുടെ പേര് യോജിച്ചു. എന്തിനോട് യോജിച്ചു? ഇസ്മൽ ജദ്ദിൽ മദ്കൂരി, നേരത്തെ പറഞ്ഞ ജദ്ദിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ ആ ജദ്ദിന്റെ ഇസ്മിനോട് യോജിച്ചു. ഇങ്ങനെ വരുമ്പോ ഇൽത്തിബാസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് മനസ്സിലാണ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ് ബിൻ ബിഷിറിൻ മുഹമ്മദ് ബിൻ സായിബ് ബിൻ ബിഷർ, ഈ മുഹമ്മദ് ബിൻ ബിഷർ എന്നത്
പിന്നെ നേരെ വാപ്പയിലേക്ക് നിസ്ബ ചെയ്യട്ടാണ്. മുഹമ്മദ് ബിൻ സാഹിബ് ബിൻ ബിഷർ എന്നത് എന്താണ്, പിന്നെ ആ മുഹമ്മദ് എന്നവരുടെ ഉപ്പാപ്പയാണ് ഇവിടെ ബിഷർ എന്നുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തെ ബിഷർ എന്നുള്ള ഫിഖത്താണ്, രണ്ടാമത്തെ ബിഷർ ലഈഫുമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മുഹമ്മദ് ബിൻ സാഹിബ് ബിഷർ എന്നുള്ളിടത്ത് എന്ത് ചെയ്ത് ഈ സാഹിബ് എന്നവരെ കളഞ്ഞിട്ട് ആ ബിഷറിലേക്ക് ചേർത്തിട്ട് മുഹമ്മദ് ബിഷർ എന്ന് എന്താണ് പറയപ്പെട്ടാൽ, അപ്പോൾ ആ ജദ്ദിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൽത്തിബാസ് ഉണ്ടാവും. അത് ആദ്യം പറഞ്ഞ ഈ മുഹമ്മദ് ബിൻ ഇഷറാണോ ഈ രണ്ടാമത് പറഞ്ഞ മുഹമ്മദ് ബിൻ സാഹിബ് ബിൻ ഇഷറാണോ എന്നത് തമ്മിൽ എന്താകും, ഇൽത്തിബാസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജദ്ദിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്ന റാവിമാരെയും കുറിച്ച് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നാണ്. ഇങ്ങനെ ധാരാളം വന്നിട്ടുണ്ട് എന്നാ ഓററിൽ പറയുന്നുണ്ട്. വഖദ് വഖഅ ദാലിക ഫി സഹീഹ്. പിന്നെ ഇവിടെ ഈ ബിനജർതങ്ങൾ കൊടുത്ത ഈ ഇബാറത്തിലെ ബിമം വാഫക ഇസ്മുഹു ഇസ്മഹു ഒസ്മു അബീഹി എന്ന് പറഞ്ഞ് ഇവിടത്തേക്ക് അമീർ മടക്കേണ്ടത് പിന്നെ ഇസ്മുഹു ഇസ്മഹു എന്നെടുത്ത ആ ഇസ്മുഹു എന്നെടുത്ത ആ അമീർ മടങ്ങേണ്ടത് ആയിദുൻ അലാ മൻ നുസിബ ഇലാ ജദ്ദിഹി. അവിടെ കഥ മൻ നുസിബ ഇലാ ജദ്ദിഹി എന്ന് പറഞ്ഞ ആ മന്നിലേക്കാണ് ആദ്യത്തെ ലമീർ മടങ്ങേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇസ്മു അബീഹി എന്ന് പറഞ്ഞ ആ ഇസ്മു അബീഹി എന്നെടുത്ത ലമീറും എന്താണ് ആ പിന്നെ അല്ല വല്ലമീറുൽ അവ്വലു ആദ്യത്തെ ലമീർ മടങ്ങേണ്ടത് ആയിദുൻ അലാ മൻ വാഫഖ. ആ മൻ വാഫഖ എടുത്ത ആ മന്നിലേക്കാണ് ഇസ്മുഹു എന്നിട്ട് ആ ഹു എന്ന ലമീർ മടങ്ങേണ്ടത്. പിന്നെ ഇസ്മഹു എന്നെടുത്ത ആ ലമീർ മടങ്ങേണ്ടത് രണ്ടാമത്തെ ലമീർ മടങ്ങേണ്ടത് ഏതിലേക്കാണ്, മൻ നുസിബ ഇലാ ജദ്ദിഹി എന്ന് പറഞ്ഞതിലേക്കാണ് മടങ്ങേണ്ടത്. പിന്നെ ഇസ്മു അബീഹി എന്ന് പറഞ്ഞ ആ ലമീർ എങ്ങോട്ടാണ് മടങ്ങേണ്ടത്, അത് ബിം മം വാഫക്ക എന്ന് പറഞ്ഞത്. അപ്പം മം വാഫക്ക എന്നതിലേക്ക് ഇപ്പോൾ രണ്ട് ലമീർ മടങ്ങി. വാഫക്ക ഇസ്മുഹു എന്ന് പറഞ്ഞെടുത്ത ആ അവിടുത്തെ ലമീറും ഇസ്മു അബീഹി എന്ന് പറഞ്ഞെടുത്ത അവിടുത്തെ ലമീർ രണ്ട് ലമീറും മടങ്ങി. അങ്ങനെ വെക്കണം, എന്നെങ്കിലും അവിടെ ശരിയാവുള്ളൂ. എന്നാൽ അവിടെ ചില നുസ്ഖകളിൽ വഫി നുസ്ഖത്തി ഷെയ്ഖ് നൂറുദ്ദീൻ അത്തർ വകസീറും മിനൻ നുസ്ഖ്, അങ്ങനെ ധാരാളം നുസ്ഖകളിൽ ഉണ്ട് ബിമം വാഫഖ ഇസ്മുഹു വസ്മു അബീഹി ഇസ്മൽ ജദ്ദിൽ മദ്കൂരി എന്നൊരു നുസ്ഖയുണ്ട്. അത് ശരിയല്ല. ബിദൂനി തക്റാരിൻ ഫി ഇസ്മിഹി, ഇസ്മിഹി എന്നുള്ള പിന്നെ ഇസ്മഹു എന്നുള്ള ആ പിന്നെ പദം കൂടാതെ ഇങ്ങനൊരു നുസ്ഖയുണ്ട്. വഹുവ ഒയറു സഹീഹത്തിൻ, അത് സഹീഹല്ല. ലിഅന്നഹു കാരണം യഫൂത്തു അലൈഹ മുവാഫഖത്തു റാവിയൈനി ഫിൽ ഇസ്മി, ഇവിടെ രണ്ട് റാവിയും ഇസ്മിൽ യോജിക്കുക എന്ന് പറഞ്ഞ കാര്യം പിന്നെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ വരുമ്പോൾ. അന്നഹു മഖ്സൂദുൻ ബിൽ ഇഫാദത്തി, അതാണ് ഇവിടുത്തെ മഖ്സൂദ്. അതുപോലെ തന്നെ വയക്കൂൻ ഇസ്മു റാവി, ഇവിടെ റാവിയുടെ ഇസ്മാവും മുവാഫിഖൻ ഇസ്മി ജദ്ദിഹിൽ ആഖിരി, മറ്റേ ആളുടെ ഉപ്പാപ്പയുടെ പേരിനോട് പിന്നെ യോജിച്ചതുമായിട്ട് വരും. വഹു ഒരു മഖ്സൂദിൻ, അത് ഇവിടുത്തെ മഖ്സൂദും അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇടയ്ക്കുള്ള ഈ ഇസ്മുഹു എന്നുള്ളത് കളയാൻ പറ്റൂല എന്നാ പറഞ്ഞു. ഇത് നുഖത്തിൽ പറയുന്നുണ്ട്, നുഖത്തിൽ റോളിൽ പറയുന്നു. പിന്നെ അതുപോലെ മാരിഫത്തു മനിത്തഫഖ ഇസ്മുഹു വസ്മു അബീഹി വജദ്ദിഹി, ഒരു റാവി അദ്ദേഹത്തിന്റെ പേര് യോജിച്ചു, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരും യോജിച്ചു, വജദ്ദിഹി ഉപ്പാപ്പയുടെ പേരും ചോദിച്ചു. മൂന്ന് പേരുടെയും പേര് ഒരേപോലെയാണ്. ഏതുപോലെ കൽ ഹസനിബിനിൽ ഹസനിബിനിൽ ഹസനിബിന് അലിബിന് അബി താലിബ്. ഇപ്പം മൂന്ന് പേരുടെയും പേര് ഒരേപോലെ വന്നു. റളിയല്ലാഹു അൻഹു. വഖദ് യഖഉ അക്സറ മിൻ ദാലിക, ഇങ്ങനെ ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അത് സംഭവിക്കും. ചിലപ്പം 4 പേരുടെയും 5 പേരുടെയൊക്കെ പേര് ഇങ്ങനെ ഒരേപോലെ തന്നെ വരും. ഉപ്പാപ്പമാരുടെ പേരൊക്കെ അങ്ങനെ ഒരേപോലെ വരും. വഹുവ, ഇതിങ്ങനെ പേര് ഇങ്ങനെ വാപ്പയുടെ പേരും ഉപ്പാടെ സ്വന്തം പേരും വാപ്പയുടെ പേരും ഉപ്പാപ്പയുടെ പേരും ഒക്കെ ഇങ്ങനെ യോജിച്ചു വരുന്ന ഈ ഇനം മിൻ ഫുറൂഇൽ മുസൽസലി,
ഇതൊരു മുസൽസലിന്റെ ഫുറുകളിൽ പെട്ടതാണ്. പിന്നെ വഖദ് യത്തഫിഖുൽ ഇസ്മു, ചുരുക്കത്തിൽ പിന്നെ ഇസ്മ് യോജിച്ചു വരും, വസ്മുൽ അബി വാപ്പയുടെ പേരും, പിന്നെ മഅ ഇസ്മിൽ ജദ്ദി വസ്മി അബീഹി റാവിയുടെ പേരും റാവിയുടെ വാപ്പാടെ പേരും എന്തിനോട് യോജിക്കും? എന്തോടുകൂടെ? മഅ ഇസ്മിൽ ജദ്ദി ഉപ്പാപ്പയുടെ പേരിനോടും വസ്മി അബീഹി ഉപ്പാപ്പയുടെ വാപ്പയുടെ പേരിനോടും യോജിക്കും. ഫസായിദൻ അതിനെ എൻ്റെ മുകളിലുള്ള ഉപ്പാപ്പയുടെ പേരിനോടും യോജിച്ച് അങ്ങനെ വരും. അങ്ങനെ മുകളിലോട്ട് പോകും. ഏതുപോലെ അബിൽ യുംനിൽ കിന്തി എന്നവരെ പോലെ. അവരാരാണ്? ഹുവ സെയ്ദ് ബിനുൽ ഹസൻ, ഇബ്നു സെയ്ദ് ബിനുൽ ഹസൻ. ഇപ്പൊ ഇവിടെ മൂന്നിടത്തും എന്താണ്? സെയ്ദ് എന്ന റാവിയുടെ പേരും അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് ഹസൻ. അത് രണ്ടും എന്ത് ചെയ്തു? എന്തിനോട് ചോദിച്ചു? ഉപ്പാപ്പയുടെ വാപ്പയുടെ പേരിനോടും ചോദിച്ചു. അവരുടെ രണ്ടുപേരുടെയും പേര് എന്ത് ചെയ്തു? അതിന് മേളിലുള്ള പിന്നെ ഉപ്പാപ്പയുടെയും വാപ്പയുടെ പേരിനോടും ചോദിച്ചു. ഇങ്ങനെ വരും. അവിത്തബക്ക ഇസ്മു റാവി, അല്ലെങ്കിൽ എന്താണ്? റാവിയുടെ ഇസ്മ യോജിക്കുക, വസ്മു ഷെയ്ഖിഹി റാവിയുടെ ഷെയ്ഖിന്റെ ഇസ്മും ചോദിക്കുക, വ ഷെയ്ഖിഹി ആ ഷെയ്ഖിന്റെ പേരും യോജിക്കുക. സായിദൻ അങ്ങനെ മേലോട്ട്. അപ്പൊ റാവിയുടെ ഷെയ്ഖന്മാരുടെയും പേരുകൾ തമ്മിൽ ഇത്തിഫാക്കായി വരുന്നത്. ഏതുപോലെ ഇമ്രാന അല്ല പോലെ ഒന്നാമത്തെ ഇമ്രാൻ എന്നുള്ള യുറഫു ബിൽ ഖസീർ, ഇമ്രാൻ അൽ ഖസീർ എന്നറിയപ്പെടുന്ന റാവിയാണ്. വസാനി രണ്ടാമത്തെ ഇമ്രാൻ അബൂ റജ അൽ അത്താരിദി എന്ന് പറയുന്ന മഹാനാണ്. വസാലിസ് മൂന്നാമത്തെ ഇമ്രാൻ എന്നുള്ളത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ അസ്സഹാബി റളിയല്ലാഹു അൻഹു, സഹാബിയായ ഇമ്രാൻ ഇബ്നു ഹുസൈനാണ്. അപ്പൊ ഇങ്ങനെ റാവിയുടെ പേരും ഷെയ്ഖന്മാരുടെ പേരും തമ്മിൽ ചോദിച്ചു വരും. അതുപോലെ സുലൈമാന അല്ല പോലും ഒന്നാമത്തെ സുലൈമാൻ എന്നുള്ളത് ഇബ്നു അഹ്മദ് ബിൻ അയ്യൂബ് തബ്റാനി എന്നവരാണ്. വത്താനി രണ്ടാമത്തെ സുലൈമാൻ ഇബ്നു അഹ്മദ് അൽ വാസിത്തി എന്നവരാണ്. വത്താലിസ് മൂന്നാമത്തത് ഇബ്നു അബ്ദുറഹ്മാൻ ദിമഷ്കി അൽ മഅറൂഫ് ബിബിനി ബിന്തി ഷുറഹിബീൽ എന്നറിയപ്പെടുന്ന മഷൂറായ അബ്ദുറഹ്മാൻ ദിമഷ്കി എന്നവരാണ്. ഇങ്ങനെ വരും. വഖദ് യഖഉ ദാലിക ഇങ്ങനെ ഈ യോജിച്ച് വരൽ ചുരുക്കത്തിൽ സംഭവിക്കും. റാവിക്കും വ ഷെയ്ഖിഹി റാവിയുടെ ഷെയ്ഖിനും സംഭവിക്കും മഅൻ ഒരുമിച്ച്. ഏതുപോലെ അബിൽ അലാഇൽ ഹമദാനി അൽ അത്താരി എന്നവരെ പോലെ. മഷ്ഹൂറും ബിർ റിവായത്തി അദ്ദേഹം പ്രസിദ്ധനാണ്. എന്തുകൊണ്ട്? ബിർ റിവായത്തി അൻ അബി അലിയിൽ ഇസ്ബഹാനി അൽ ഹദ്ദാദി എന്നവരുടെ തൊട്ടുള്ള റിവായത്ത് കൊണ്ട് പ്രസിദ്ധരാണ്. അപ്പം അബു അല ഇൽ ഹമദാനി എന്നവർ അബി അലിയിൽ ഇസ്ബഹാനി എന്നവരെ തൊട്ട് എന്താണ് പിന്നെ റിവായത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ അബു അല എന്ന റാവി അദ്ദേഹത്തിന്റെ ഷെയ്ഖാകുന്ന അബു അലിയിൽ ഇസ്ബഹാനി എന്നവർ ഇവർ രണ്ടുപേരുടെയും പേര് ഒരേപോലെ ഇത്തിഫാക്കായിട്ട് വരുമെന്നാണ് ഈ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അപ്പോൾ കുല്ലു മിൻഹുമ ഇവർ രണ്ടുപേരിൽ ഓരോരുത്തരും ഇസ്മുഹു അതായത് അബുൽ അല അൽ ഹമദാനി എന്നവരുടെയും അബി അലിയിൽ ഇസ്ബഹാനി എന്നവരുടെയും പേര് രണ്ടുപേരുടെയും പേര് അൽ ഹസൻ ബിൻ അഹ്മദ് എന്നാണ് അവരുടെ പേര്. രണ്ടുപേരുടെയും പേര് അങ്ങനെയാണ്. അപ്പോൾ അതായത് അവരുടെ പേരിൽ അവരുടെ ഷെയ്ഖന്മാരുടെ ഈ പിന്നെ ബാപ്പമാരുടെയൊക്കെ പേര് എന്തായി ഒരേപോലെ വന്ന് രണ്ടുപേരുടെയും പേര് ഒരേപോലെയാണ്. എന്താ ഫത്തഫഖ അപ്പോൾ ഈ രണ്ടുപേര് അബുൽ അല അൽ ഹമദാനി എന്നവരും അബു അലി അൽ ഇസ്ബഹാനി എന്നവരും രണ്ടുപേരും യോജിച്ചു ഫീ ദാലിക ഈ പേരിൽ എന്ത് യോജിച്ചു. വഫ്തറഖ പിന്നെ അവർ രണ്ടുപേരും പിന്നെ വിട്ടുപിരിഞ്ഞത് എവിടെയാണ്? ഫിൽ കുഞ്ഞത്തിലും വൻ നിസ്ബത്തി ഇലൽ ബലദി വസനാഅത്തി പിന്നെ നിസ്ബയിലും പിന്നെ ബലദിലേക്ക് നിസ്ബ ചെയ്യുന്നതിലും അവരുടെ തൊഴിലേക്ക് നിസ്ബ ചെയ്യുന്നതിലും കുഞ്ഞത്തിലും ഒക്കെയാണ് വിട്ടുപിരിഞ്ഞത്. അബുൽ അല എന്നവരെ എന്താണ്
അബ്ദുല്ലാഹ് അത്താർ എന്ന ആ സുന്നത്തിലേക്കാണ് എന്ത് ചെയ്തത് നിസ്ബ ചെയ്തത്. പിന്നെ ഹമദാൻ എന്ന നാട്ടിലേക്ക് നിസ്ബ ചെയ്ത്. അബുൽ അലിയിൽ ഇസ്ബഹാനി എന്ന ഹദ്ദാദ് എന്നവരെ പിന്നെ സാനിയുൽ ഹദ്ദാദ് ഹദീദ് ഇരുമ്പുണ്ടാക്കുന്ന ആള് ആ തൊഴിലേക്ക് എന്ത് ചെയ്തു നിസ്ബ ചെയ്തു. ഇസ്ബഹാൻ എന്ന നാട്ടിലേക്ക് നിസ്ബ ചെയ്തു. ഇങ്ങനെയാണ് വേർതിരിഞ്ഞത്. പക്ഷെ പേര് രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ സന്നഫ ഫീഹി ഇങ്ങനെ പിന്നെ രണ്ട് പേരും ഒരുപോലെയായി വരുന്നതിൽ രചന നടത്തി അബൂ മൂസൽ മദീനി ജുസ്അൻ ഹാഫിലൻ എല്ലാം പിന്നെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഒരു ഭാഗം പിന്നെ ഈ വിഷയത്തിൽ അബൂ മൂസൽ മദീനി എന്നവർ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. വമഅരിഫത്തു മനിത്തഫഖ ഇസ്മു ശൈഖിഹി വറാവി അൻഹു പിന്നെ ഒരു റാവിയുടെ ഷെയ്ഖിന്റെ ഇസ്മും യോജിച്ചു. വറാവി അൻഹു ആ ഷെയ്ഖിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന റാവിയും എന്ത് ചെയ്തു യോജിച്ചു. അങ്ങനെ വന്നാൽ ഒരു റാവിയുടെ ഷെയ്ഖും പിന്നെ ആ ഷെയ്ഖിന്റെ റാവിയും ഒരു റാവിയുടെ പേരും ആ റാവിയുടെ ഷെയ്ഖിന്റെ പേരും അതാണ് അവിടെ ഉദ്ദേശം. നനിത്തബക്ക ഇസ്മു റാവി ഈ ഇബാറത്തിലൊരു ചെറിയ ഈഹാം ഉണ്ട് എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ ഷെയ്ഖിന്റെ ഇസ്മും വറാവി അൻഹു ആ ഷെയ്ഖിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന റാവിയുടെ ഇസ്മു യോജിച്ചു എന്നാണ് ഇവിടെ തോന്നിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ആ ഷെയ്ഖിനെ തൊട്ട് പിന്നെ റിവായത്ത് ചെയ്യുമ്പോൾ ആ ഷെയ്ഖിന്റെ ഷെയ്ഖ് എന്താണ് ഈ ആദ്യത്തെ പിന്നെ റാവിയെ പോലെ ആ തിൽമീദിന്റെ പേര് തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ പിന്നെ മനസ്സിലാവും. വഹുവ ഇത് നൗഉൻ ലത്തീഫുൻ ഒരു ലത്തീഫായ ഇനമാണ്. ഇങ്ങനെ ശിഷ്യന്റെ പേരും ഷെയ്ഖിന്റെ പേരും ഒരേപോലെ വരുന്നത്. ലം യതഅറദ് ലഹു ഇബ്നു സലാഹ് റഹ്മഹുല്ല ഈ പറഞ്ഞ ഫന്നിലേക്ക് തഅറദ് ആയിട്ടില്ല. അതൊരു ലത്തീഫായ ആയതുകൊണ്ടായേക്കാം. പിന്നെ വഫായിദത്തുഹു ഇത് അറിയുന്നതിന്റെ ഫായിദ എന്താ? റഫ്ഉൽ ലബ്സി ഇൽത്തിബാസിനെ ഉയർത്തലാണ്. ആരെ തൊട്ട്? അമ്മൻ ഒരു റാവിയെ തൊട്ട് ഒരു തിൽമീദിനെ തൊട്ട്. ഈ യുളന്നു ആ തിൽമീദിനെ ഭാവിക്കപ്പെടും. അന്ന ഫീഹി ആ റിവായത്തിൽ എന്താണ് അയാളിൽ ആ റാവിയിൽ ആ തിൽമീദിൽ തക്റാറുണ്ട് എന്ന് ഭാവിക്കപ്പെടും. ആ തിൽമീദിനെ രണ്ടു വട്ടം ആവർത്തിച്ചു വന്നു എന്ന് ഭാവിക്കപ്പെടും. ഔ ഇൻഖിലാബൻ അല്ലെങ്കിൽ എന്താണ് അത് മുന്നിൽ വരേണ്ടത് പിന്നിൽ വന്ന് ആ തിൽമീദ് പിന്നിൽ വന്നു എന്ന് ഇൻഖിലാബ് മറിയൽ വന്നിട്ടുണ്ട് എന്ന് ഭാവിക്കപ്പെടും. അപ്പൊ അതിനെ റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അറിയണമെന്ന് പറഞ്ഞത്. ഫമിൻ അംസലത്തിഹി അതിന്റെ ഉദാഹരണം പറയാണ്. അൽ ബുഖാരി ഇമാം റവാ അൻ മുസ്ലിമിൻ പിന്നെ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ബുഖാരി ഇമാം എന്ത് ചെയ്തു? റിവായത്ത് അൻ മുസ്ലിം എന്നവരെ തൊട്ട് ബുഖാരി ഇമാം മുസ്ലിം എന്ന പേരുള്ള ഒരാളെ തൊട്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തു. റവാ അൻഹു ആ ബുഖാരി ഇമാമിനെ തൊട്ട് റിവായത്ത് ചെയ്തു ആര്? മുസ്ലിമുൻ വേറെ മുസ്ലിം എന്ന പേരുള്ള ഒരാൾ. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു? പിന്നെ റവാ മുസ്ലിമുൻ അൻ ബുഖാരിയിൻ അൻ മുസ്ലിമിൻ. അപ്പൊ ഇവിടെ കണ്ടില്ല, ആദ്യത്തെ തിൽമീദാകുന്ന മുസ്ലിമും പിന്നെ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത മുസ്ലിമും ലാസ്റ്റ് വന്ന മുസ്ലിമും ഈ രണ്ട് മുസ്ലിമും എന്തായി? പിന്നെ യോജിച്ചു എന്നാണ് പറഞ്ഞത്. അതാ മനിത്തഫഖ ഇസ്മു ഷെയ്ഖിഹി വറാവി എന്ന് പറഞ്ഞത് അതാ.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇപ്പം അവിടെ ഈ തിൽമീദാകുന്ന മുസ്ലിമും അതുപോലെ തന്നെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാകുന്ന മുസ്ലിമും ഈ രണ്ടുപേരുടെയും പേര് ഒരേപോലെ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇതിൽ ഷെയ്ഖുഹു, അപ്പോൾ ഈ ബുഖാരി എന്നവരുടെ ഷെയ്ഖാകുന്നത് മുസ്ലിം ഇബ്രാഹിമിൽ ഫറാദീസിയിൽ ബസരിക്ക്, ഇപ്പം ഈ പറഞ്ഞതിലുള്ള അവസാനത്തെ മുസ്ലിം, അതായത് ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖ്, ആ ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖാകുന്ന മുസ്ലിം എന്ന് പറയുന്ന ആരാണ്? ഇബ്രാഹിമിൽ മുസ്ലിമിന് ഇബ്രാഹിമിൽ ഫറാദീസിയിൽ ബസരിയാണ്. പിന്നെ റാവി അൻഹു, ഈ ബുഖാരി ഇമാമിനെ തൊട്ട് റിവായത്ത് ചെയ്ത റാവിയാകുന്ന മുസ്ലിം ഏതാണ്? അത് മുസ്ലിം ബിൻ ഹജ്ജാജുൽ ഖുശൈരി സാഹിബ് സഹീഹ്, നമ്മുടെ സഹീഹ് മുസ്ലിമിൻ്റെ മുസന്നിഫാകുന്ന മുസ്ലിം റഹ്മഹുല്ല, അതാണ്. അപ്പോൾ ഈ രണ്ട് മുസ്ലിമും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷേ പേര് രണ്ടും ഒരേപോലെയാണ്. വക്ക ഇപ്രകാരം എന്താണ് സംഭവിച്ചിട്ടുണ്ട്? വക്ക താലിക്ക ആർക്ക് സംഭവിച്ചിട്ടുണ്ട്? ബുഖാരി ഇമാമിന് സംഭവിച്ചതുപോലെ അബ്ദുല്ലാഹിബിന് ഹുമൈദ് എന്നവർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായില്ല. അതെങ്ങനെയാണ്? റവ അൻ മുസ്ലിം ബിൻ ഇബ്രാഹിം, ഈ അബ്ദുല്ലാഹിബിൻ ഹുമൈദ് എന്നവർ മുസ്ലിമിന് ഇബ്രാഹിം എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു. റവ അൻഹു, ഈ അബ്ദുല്ലാഹിബിൻ ഹുമൈദ് എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു ആര്? മുസ്ലിമിന് ഹജ്ജാജ് എന്നവർ റിവായത്ത് ചെയ്തു. പിന്നെ എവിടെ? ഫി സഹീഹിഹി, മുസ്ലിമിന് ഹജ്ജാജ് എന്നവരുടെ സഹീൽ, അതായത് സഹീഹ് മുസ്ലിമിന്റെ മുസന്നിഫ്, ഹദീസൻ ബിഹാദിഹി തർജുമത്തി ബൈനിഹ, ഈ പറഞ്ഞ ഇതേ തർജിമ കൊണ്ട്, അതായത് എങ്ങനെ? മുസ്ലിമിന് അബ്ദുല്ലാഹിബിൻ ഹുമൈദിൻ അൻ മുസ്ലിമിൻ എന്ന് ഇങ്ങനെ. അപ്പൊ ഇവിടെ എന്താണ്? ഈ അബ്ദുല്ലാഹിബിൻ ഹുമൈദ് എന്നവരുടെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? രണ്ട് മുസ്ലിമാണ്. പിന്നെ അതിൽ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തെ മുസ്ലിം മുസ്ലിമിന് ഇബ്രാഹിം ഫർദാസി എന്നവരാണ്. രണ്ടാമത്തത് മുസ്ലിമിന് ഹജ്ജാജുമാണ്. പിന്നെ വമിൻഹ, ഇതിൽപ്പെട്ടതാണ് യഹിയ ബിൻ അബി കസീർ എന്നവർ. അവർ ഇതുപോലെ റവാൻ ഹിഷാം എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു. റവാ അൻഹു, ഈ യഹിയ ബിൻ അബി കസീർ എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു ഹിഷാമുൻ, വേറൊരു ഹിഷാമും. പിന്നെ അപ്പൊ അങ്ങനെ വന്ന് ഹിഷാമുൻ അൻ യഹിയ ബിൻ അബി കസീറിൻ അൻ ഹിഷാമിൻ എന്ന് അങ്ങനെ വരും. അതിനകത്തില്ല, അത് ഞാൻ ഇതിൽ നിന്ന് കൂട്ടി വായിച്ചതാണ്. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ വരണം, ഹിഷാമുൻ അൻ യഹിയ ബിൻ അബി കസീറിൻ അൻ ഹിഷാമിൻ എന്ന് വരും. അപ്പം എന്ത് ചെയ്ത? യഹിയ ബിൻ അബി കസീർ എന്നവരുടെ അപ്പുറത്തും ഇപ്പുറത്തും അദ്ദേഹത്തിന്റെ തിൽമീദാകുന്ന ഹിഷാമും അദ്ദേഹത്തിന്റെ ഷെയ്ഖാകുന്ന ഹിഷാമും തമ്മിൽ എന്തായി? യോജിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷെയ്ഖുഹു, ഈ യഹിയ ബിൻ അബി കസീർ എന്നവരുടെ ഷെയ്ഖ് ആരാണ്? ഹിഷാം ബിൻ ഉർവയാണ്. വഹുവ മിൻ നഖ്റാനിഹി, അദ്ദേഹം യഹിയ ബിൻ അബി കസീർ എന്നവരുടെ സമകാലികനാണ്. റാവി അൻഹു, എന്നാൽ യഹിയ ബിൻ അബി കസീർ എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്ത ഹിഷാമാരാണ്? അത് ഹിഷാമിന് അബി അബ്ദുല്ലാഹി ദസ്തവായി എന്നവരാണ്. അപ്പൊ ഇത് ഇങ്ങനെ അറിയണം. അതുപോലെ തന്നെ മിൻഹ, ഈ ഇനത്തിൽപ്പെട്ടതാണ് ഇബ്നു ജുറൈജ് ബിൽ ജീമൈനി. പിന്നെ ഇബ്നു ജുറൈജ് എന്നവർ റവാ അൻ ഹിഷാം, ഇബ്നു ജുറൈജ് ഹിഷാം എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു. റവാ അൻഹു, ജുറൈജ് എന്നവരെ തൊട്ട് വേറെ ഹിഷാമിൻ റിവായത്ത് ചെയ്തു. അപ്പം ഹിഷാമുൻ അൻ ഇബ്നു ജുറൈജിൻ അൻ ഹിഷാമിൻ എന്ന് പറഞ്ഞു. അപ്പുറം ഇപ്പുറം രണ്ട് ഹിഷാമുമാർ. ഫല്ലായ, ഇവിടുത്തെ മേളിൽ വരുന്ന, അതായത് ലാസ്റ്റ് വരുന്ന ഹിഷാം, അതാണല്ലോ ആയലയായത്. സനദിന്റെ ഏറ്റവും ഇങ്ങേ തലക്കുള്ളതാണല്ലോ ആയല വരുന്നത്, അങ്ങേ തലക്കുള്ളത്. ആ ആയല ആരാണ്? അതായത് ഇബ്നു ജുറൈജിന്റെ ഷെയ്ഖാകുന്ന ഹിഷാം ആരാണ്? ഇബ്നു ഉർവ എന്നവരാണ്. വല്ല അതിന, ഇബ്നു ജുറൈജിന്റെ ശിഷ്യനാകുന്ന ഹിഷാം ആരാണ്? ഇബ്നു യൂസുഫിൽ സൻആനി എന്നവരാണ്. വമിൻഹ, ഇതിൽപ്പെട്ടതാണ് അൽ ഹക്കബിന് ഉത്തൈബ എന്നവർ. റവ അൻ ഇബ്നു അബി ലൈല എന്നവരെ തൊട്ട് ഹക്കമിന് ഉത്തൈബ റിവായത്ത് ചെയ്തു. വാൻഹു, ഹക്കമിന് ഉത്തൈബ എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു ആര്? വേറെ ഇബ്നു അബി ലൈല. അപ്പോ റവ ഇബ്നു അബി ലൈല അൻ ഹക്കമിന് ഉത്തൈബ അൻ ഇബ്നു അബി ലൈല. അപ്പൊ അപ്പുറം ഇപ്പുറം ഉണ്ട് ഇബ്നു അബി ലൈല. അതിൽ ആദ്യത്തെ ഫൽ ആയല
മേളിലുള്ള ബിൻ അബീലയിൽ ആരാണ്? അബ്ദുറഹ്മാൻ എന്നവരാണ്. വല്ല അതിന മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ മദ്കൂർ, ഈ പറഞ്ഞ ആലയായ അബ്ദുറഹ്മാൻ എന്നവരുടെ മകനായ മുഹമ്മദാണ് ഈ തിൽമീദാകുന്ന അബീലയില. അംസിലത്തുഹു, ഇതിന്റെ ഉദാഹരണങ്ങൾ കസീറത്തുൻ, ധാരാളം ഈ വിഷയത്തിൽ ഇങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം.